ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ക്ലീനിങ് ചാലഞ്ചിൻ്റെ ഫൈനൽ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുള്ള എല്ലാ ജോലികളും ചെയ്ത് തീർക്കേണ്ട ദിവസമാണ്. അതായത് ജനാല പൊടി തുടക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ഏരിയയിലെ ക്ലീനിങ്ങോ അങ്ങനെ എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇന്ന് അതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് പറയാനായിട്ട് വലിയ വീഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഓണം മേക്ക് ഓവർ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കണത് കേട്ടോ. ലിവിങ് റൂമിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയതും കുറച്ച് വാങ്ങിയ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്റ്റ് ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. ഇത് തന്നെയാണ് ഓണം സ്പെഷ്യൽ ലിവിങ് റൂം മേക്ക് ഓവറാണ്. അപ്പോൾ മക്കൾ ക്ലാസ് വിട്ട് വരുമ്പോൾ കാണുമ്പോൾ അടിപൊളിയാവണം എൻ്റെ മനസ്സിൽ. അതായത് അവരെപ്പോഴും ഇങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ വരുമ്പോൾ ഞാൻ ക്രിസ്മസ് തീമിലായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുക വെക്കേഷൻ ആകുമ്പോഴേക്കും. ഇപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. മീഷോയിലൊക്കെ കിട്ടും ഇതുപോലത്തെ ഒരു തരം ഫോം പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് ഫ്ലവേഴ്സാണത്. റെഡും വൈറ്റും കോമ്പിനേഷനിൽ അങ്ങനെ പല കളേഴ്സിൽ ഈ പൂക്കൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓണം നമ്മൾക്ക് ഓർമ്മിക്കുമ്പോൾ തന്നെ യെല്ലോ, ഓറഞ്ച് എന്നിങ്ങനെ കളേഴ്സാണ് നമുക്ക് മനസ്സിൽ വരാം അല്ലേ. അപ്പോൾ ഈ പൂക്കൾ അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ഓണത്തിന് സാധാരണ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒന്നും വാങ്ങാറൊന്നുമില്ല. പക്ഷേ ഇതെനിക്കിങ്ങനെ കുറേ ഇതിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടു ഈ പൂക്കൾ. അപ്പോൾ എനിക്കിത് എന്തോ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങി വെച്ചാൽ ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കും. പിന്നെ പിറ്റത്തെ വർഷമൊക്കെ ഇതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നമ്മൾ ക്രിസ്മസ് റൂം മേക്ക് ഓവർ ചെയ്തപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് പൂക്കൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പേപ്പർ പൂക്കൾ നമ്മൾ തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ അങ്ങനെ വാങ്ങാറൊന്നുമില്ല കേട്ടോ മേക്ക് ഓവറിന് വേണ്ടി ഐറ്റംസ് ഒന്നും. യൂട്യൂബിൽ വന്ന ശേഷമാണ് ഇങ്ങനെ വാങ്ങിയിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ കാണിക്കാൻ വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെച്ചിട്ട് ആ ഒരു കളറിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പോലെ അറേഞ്ച് ചെയ്യാം. എനിക്ക് ഒരുപാട് പേര് പിക്ചേഴ്സ് അയച്ചു തരാറുണ്ട് കേട്ടോ. അതായത് അതേപോലെ തന്നെ അവർക്ക് വാങ്ങാനൊന്നും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് റൂമൊക്കെ അലങ്കരിക്കുമ്പോൾ നമ്മൾ ആ വീടിനെ സ്നേഹിക്കുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആ വീടിന് എത്രത്തോളം സ്നേഹമുണ്ട് അത്രത്തോളം ഭംഗിയിൽ ആ വീട് വെക്കാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് ആ വെച്ച അറേഞ്ച്മെൻറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ മേക്ക് ഓവർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് പെർഫെക്ഷനൊന്നും വരുന്നില്ല. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാനത് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചെട്ടുമല്ലിപ്പൂവിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ആ ഒരു പൂവില്ലേ, അത് ഞാൻ അന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കർട്ടൻ ലിങ്ക് കൂടി അത് ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് തോന്നി. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഈക്വലായിട്ട് രണ്ട് വശം ഒരുപോലെ ഏകദേശം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോഫയുമേയുള്ള കുഷ്യൻസുമേ കവർ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കുഷ്യൻസ് ഇങ്ങനെ വെക്കാറുണ്ട്. പക്ഷേ ഈ സോഫ ആക്കിയ പിന്നെ നമ്മൾ തീരെ കുഷ്യൻ വെക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഓണം തീം വരുമ്പോൾ നമുക്ക് ഇത്തിരി കളർഫുൾ ആക്കണമെങ്കിൽ നമുക്ക് ഈ യെല്ലോ ആൻഡ് റെഡ് കളർ കുഷ്യൻ കവേഴ്സാണ് ഞാൻ കുഷ്യൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ കുറച്ച് കളർഫുൾ ആവട്ടെ. സോഫയമ്മ കുഷ്യൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഈ സോഫ ഇത് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന ചേട്ടൻ യൂസ് ചെയ്തിരുന്നായിരുന്നു പുറത്ത് ഉണ്ടായിരുന്ന സമയത്ത്. എന്നിട്ട് ചേട്ടൻ കൊണ്ടുവന്ന സോഫയാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന സോഫ ഇപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇട്ടിട്ടുണ്ട് ഒരു കോർണറിൽ. അതുകൊണ്ടാണ് ഈ സോഫ ചിലർ ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ. അപ്പോൾ നാട്ടിൽ നിന്നല്ല, ഈ ഒരു കളറിനൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രത്യേകം താങ്ക്സ് പറയുന്നു. പക്ഷേ നാട്ടിൽ ഇങ്ങനത്തെ കളർ കിട്ടുന്നുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കുഷ്യൻസ് വെച്ചു. അപ്പോൾ ആ ഒരു സോഫ ഗ്രീൻ ആണല്ലോ, ഒരു ലൈറ്റ് ഗ്രീൻ കളറിന് മാച്ചായിട്ട് വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് ഞാൻ സ്പീക്കറിൻ്റെ മുകളിലായിട്ട് ഒരു ഷോ പീസ് പോലെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു ഹാപ്പി ഓണം എന്ന് എഴുതിയ ഒരു കാർഡ് പോലെ. പിന്നെ ഓണം സദ്യയുടെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒരു 3D പോലെ തോന്നുന്ന രീതിയിലൊക്കെ കറികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതും പിന്നെ അത് ഇപ്പുറത്ത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടി ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോർണർ നമ്മൾ ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നൊരു സെക്ഷനാണ്. പിന്നെ ഞാൻ ടീപ്പോയിമേ ഒരു ഷീറ്റ് വിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു സെറ്റ് ചുരിദാറിൻ്റെ ഒരു ദുപ്പട്ട ഉണ്ടായിരുന്നു, ഒരു ഷോൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുമ്പോൾ ഒരു കറ പോലെ വന്നു. അപ്പോൾ ഞാനതിങ്ങനെ സാധാരണ ടേബിൾ ഷീറ്റ് പോലെ വിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കസവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് മാച്ചിങ് ആയി. പിന്നെ ഞാൻ കുഞ്ഞൊരു ഭരണി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. മുൻപ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിലൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതൊരു കുഞ്ഞ് ഫ്ലവർ പോട്ട് പോലെ ഭരണി വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഞാൻ കുറച്ച് ചെട്ടുമല്ലിയിലെ പൂക്കളാണ് വെക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. അപ്പോൾ നമുക്ക് കുറച്ച് പേപ്പറിൻ്റെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു പൂക്കളാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഞാൻ അതുപോലെ തന്നെ വേറൊരു ഭരണിയും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാനിതുപോലെ തന്നെ പൂക്കൾ വെച്ച് കൊടുക്കുകയാണ്.
അതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്രീനറി പോലെ തോന്നാനായിട്ട് ഞാൻ പച്ച കളറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റും കൂടിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കുന്നുണ്ട്. റിയൽ പ്ലാന്റ്സ്, ശരിക്കുള്ള പ്ലാന്റ്സ് വെക്കണമെങ്കിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ അകത്തധികം പ്ലാന്റ്സ് വെക്കാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്ലാന്റ്സ് വെക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ റൂം മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ റൂമിൽ നല്ലൊരു ചേഞ്ച് വന്നു. എന്തോ ഒരു ആഘോഷമൊക്കെ വരുന്ന ഒരു ഫീലും, പിന്നെ മക്കൾക്ക് വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലേ. എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങളാകെ ക്ഷീണമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു മാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. പിന്നെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര കളർഫുള്ളാണ്, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മുടെ ഓണം മേക്ക് ഓവർ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത ക്രാഫ്റ്റ് ഏതെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിലും പറയണം കേട്ടോ.